പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. ക്രിസ്തുയേശുവിൽ പ്രിയമുള്ളവരെ, സിയോൻ ഇക്യോമെനിക്കൽ പ്രയർ ഫെലോഷിപ്പിൻ്റെ സന്ധ്യായോഗത്തിൽ എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഒരാഴ്ച കാലം ദൈവമായ കർത്താവിനെ കാത്തു സൂക്ഷിച്ച് ത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ തന്ന വലിയ കൃപ നമുക്ക് ഓർത്ത് നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ ശുശ്രൂഷയിൽ കിടക്കുമ്പോൾ നമ്മളെല്ലാം ജീവിതത്തിൽ ഒരുപാട് പ്ലാനുകളും പദ്ധതിയുമായിട്ട് ജീവിക്കുന്നവരാണ്. നാളെ എന്ത് ചെയ്യണം, ഒരുപക്ഷെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് എന്ത് ചെയ്യണം, 3-4 വർഷങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ, പിള്ളേരുടെ പഠിത്തമായിരിക്കാം, കല്യാണമായിരിക്കാം, പല കാര്യങ്ങൾ, സ്ഥലം വാങ്ങുന്നത്, വിൽക്കുന്നത്, ഓരോരോ കാര്യങ്ങളായിട്ട്. നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ പദ്ധതികൾ തകിടമറിയുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച് നടത്താമെന്ന് ഉദ്ദേശിച്ച് നാളത്തെ ഒരു കാര്യമായിരിക്കാം, നേരെ നടക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരു ചിന്ത തന്നെ ഒരുപക്ഷെ നമുക്ക് ഒരു വിധത്തിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഒരു ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു ചിന്തയാണത്. എന്ത് നമുക്ക് നിയന്ത്രണമില്ലാത്ത അല്ലെങ്കിൽ നമുക്കറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് ജീവിതത്തിൽ വരുമ്പോൾ വലിയൊരു ഭാരം, ചിന്താഭാരം നമുക്ക് എപ്പോഴും ഉണ്ടാകും. പക്ഷെ ആ ഒരു അനിശ്ചിതത്വം നമ്മുടെ ജീവിതത്തിന് തടസ്സമാകാതിരിക്കുക, അല്ലെങ്കിൽ വിശ്വാസത്തിന് തടസ്സമാകാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ഈ എന്ത് സംഭവിച്ചാലും, ഒരുപക്ഷെ ജീവിതത്തിലെല്ലാം മാറി മറിഞ്ഞാലും, തീരുമാനങ്ങളിൽ പദ്ധതികൾ തകർന്നാലും അത് എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളരാൻ കരുതെങ്കിൽ, അങ്ങനെ ഉണ്ടായ ഒരാൾ നമുക്കറിയാം. വിശുദ്ധ വേദപുസ്തകത്തിൽ 75 വയസ്സുള്ള ഒരാൾ, എബ്രാം എന്ന് നമ്മൾ പരിചയപ്പെട്ടു തുടങ്ങുന്ന എബ്രാം, 75-ാമത്തെ വയസ്സിലാണ് എബ്രാമിനെ ദൈവം വിളിച്ച് പറയുന്നത്, നീ പുറപ്പെടുക, ജനിച്ച് പിതാക്കന്മാരായിട്ട് ജീവിച്ച് പരിശീലിച്ച സ്ഥലം, ചുറ്റുപാടുകൾ, ചർച്ചക്കാർ, എല്ലാ അവസ്ഥകളിൽ നിന്നും വിട്ട് നീ പുറപ്പെടുക, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് പറഞ്ഞ് വിളിച്ചു വിടുന്നത് 75-ാമത്തെ വയസ്സിലാണ് എബ്രഹാമിൻ്റെ. അത് കഴിഞ്ഞ് ആ ഒരു യാത്ര, ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ എന്തെന്നറിയാത്ത, എവിടേക്കെന്നറിയാത്തൊരു പോക്ക്, എല്ലാം കെട്ടിപ്പെറുക്കി ഒരുമിച്ച് പോകുന്ന ഒരു യാത്ര. ആ ഒരു വാഗ്ദാനം മാത്രമേ ഉള്ളൂ മുമ്പിൽ. ഇപ്പൊ വലിയ ജാതിയാക്കുമെന്ന് പറയുന്ന ആ ഒരു അവസരത്തിൽ അബ്രഹാമും സാറയ്ക്കും മക്കളില്ല എന്നുള്ളത് നമുക്കറിയാം. അത് കഴിഞ്ഞൊരു 25 വർഷത്തോളം ആ ഒരു വാഗ്ദാനത്തിന്റെ ബലത്തിൽ ഇങ്ങനെ ഒരു നാടോടിയെ പോലെ ഒരു പ്രദേശങ്ങളിൽ അലഞ്ഞു കിടക്കുകയായിരുന്നു അബ്രഹാം വാഗ്ദാനത്തിൽ. പക്ഷെ ഈ കാലങ്ങളിലെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഓരോ സ്ഥലങ്ങളിൽ അബ്രഹാം എത്തുമ്പോഴും അവിടെ ദൈവത്തിന് യാഗപീഠം പണിത് യാഗം ചെയ്യുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണാം. ആരാധന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു അബ്രഹാമിന്. വാഗ്ദാനത്തിന്റെ പേരിൽ പുറപ്പെടുമ്പോഴും ആ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നതിൻ്റെയോ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ഒരു കണിക പോലും ഒരുപക്ഷെ മുന്നിൽ കാണാത്ത അവസ്ഥയിലും ദൈവത്തെ ആരാധിക്കുന്നതിന്, അല്ലെങ്കിൽ സ്തുതിക്കുന്നതിന്, അല്ലെങ്കിൽ ആ സന്നിധിയിൽ യാഗപീഠം പണിത് യാഗം അർപ്പിക്കുന്നതിനുള്ളൊരു തടസ്സം അബ്രഹാമിന് കാണുന്നില്ല. നമ്മൾ പഴയ നിയമ അബ്രഹാമിന്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തട്ടിച്ച് നോക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ക്രിസ്തു നമ്മളോട് പലപ്പോഴും പറഞ്ഞ ഒരു വാക്യമുണ്ട്, അതുകൊണ്ട് നാളേക്കായി നിങ്ങൾ വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. എന്ത് വരുന്നു എന്നുള്ള ചിന്തകൾ, ഉത്കണ്ഠകൾ മാനുഷികമാണ്, മനുഷ്യ സഹജമാണ്, നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ മനുഷ്യരായിരിക്കുന്നിടത്തോളം ഉണ്ടാകുന്നതാണ്. പക്ഷെ അതിനും ഉപരിയായിട്ട് ഉണ്ടാകുന്ന ഒരു ആശ്വാസത്തിന്റെ വാക്കാണ് ക്രിസ്തു പറയുന്നത്, നാളെയെക്കുറിച്ച് വിചാരപ്പെടാതിരിക്കുക എന്നുള്ളത്. ആ ഒരു ചിന്ത നമ്മൾ ഉണ്ടപ്പോൾ എബ്രായ 11:8 എബ്രായ ലേഖനത്തിൽ വളരെ അബ്രഹാമിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അബ്രഹാം വിശ്വാസത്തെക്കുറിച്ചിട്ട്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി ലഭിച്ച ദേശത്തേക്ക് പുറപ്പെടുവാൻ ആഹ്വാനമുണ്ടായപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ് ഈ കാലഘട്ടമെല്ലാം കടന്ന് അബ്രഹാമിന് മകനുണ്ടാകുന്നു.
അത് കഴിഞ്ഞ് വലിയൊരു ജാതിയായി ദൈവം പ്രോമിസ് ചെയ്തതുപോലെ, വാഗ്ദാനം കൊടുത്ത പോലെ ആകുന്നൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആ ഒരു അനുഭവം, ഒരുപക്ഷെ അത്ര വലിയ അനുഭവങ്ങൾ ഒരുപക്ഷെ താങ്ങാനുള്ള കരുത്ത് നമുക്കുണ്ടാവണമെന്നില്ല. പക്ഷെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള അനിശ്ചിതത്വങ്ങൾ ഉള്ളപ്പോൾ തന്നെ ദൈവത്തെ ആരാധിക്കാൻ ക്രിസ്തു പറഞ്ഞതുപോലെ നാളെക്കുറിച്ച് വിചാരപ്പെടാതെ ഉള്ള മുന്നോട്ടുള്ള ഒരു യാത്ര നമുക്കുണ്ടാകാൻ കഴിയുന്നെങ്കിൽ, അപ്പം നമ്മുടെ സാഹചര്യങ്ങൾ മാറാം, നമ്മുടെ പദ്ധതികൾ ഒരുപക്ഷെ മാറാം, പക്ഷേ നമ്മെ വിളിച്ചവൻ, നമ്മെ വാഗ്ദാനം തന്നവൻ മാറുന്നവനല്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് തരുന്ന ആ ഒരു പ്രത്യാശ അല്ലെങ്കിൽ ആ ഒരു ബലമാണ് അബ്രഹാമിനെ പോലെ ഒരുപക്ഷെ അബ്രഹാമിൻ്റെ അടുത്തെത്താൻ കഴിയാത്തൊരു വിശ്വാസമാണ് നമുക്കുള്ളതെങ്കിലും അതിലേക്ക് നമ്മളെ നിർത്തുന്നതും നടത്തുന്നതും വളർത്തുന്നതും ഒരുപക്ഷെ ആ ഒരു ഉറപ്പാണ്, ഒരു പ്രത്യാശയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ ഒരു ചിന്തയിൽ നമ്മളിന്നത്തെ ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് സമർപ്പണ പ്രാർത്ഥന വേണ്ടിയിട്ട് കണ്ണുകളടയ്ക്കാം. ഞങ്ങൾ ആഴമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ ഒരിക്കൽ കൂടെ കൂട്ടി വരുത്തിയ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങേ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു കർത്താവെ. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചില പാഠങ്ങൾ, ചില പ്രയോജനങ്ങൾ തന്ന കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിയാത്ത അവസ്ഥകളിലേക്ക്, ഉറപ്പില്ലാത്ത ദിവസങ്ങളിലേക്ക്, അനിശ്ചിതത്വത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതം, അബ്രഹാമിൻ്റെ അനുഭവം, അബ്രഹാമിൻ്റെ വിശ്വാസം ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, പ്രത്യാശ നൽകണമേ, നമ്മളെ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ ശക്തീകരിക്കണമേ നാഥ. ഈ സന്ധ്യാസമയ ശുശ്രൂഷകളിൽ കിടക്കുമ്പോൾ ഇന്നത്തെ ഓരോ ശുശ്രൂഷകളെയും നിന്റെ സന്നിധിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പാട്ട് പാടുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, വചനം വായിക്കുന്നവർ, വചനമാടി നിൽക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസൻ ഓരോരുത്തരെയും ശക്തീകരിച്ച് ബലപ്പെടുത്തണം നാഥ. സാങ്കേതികമായ എല്ലാ സംവിധാനങ്ങളെയും നീ നടത്തണമേ. വളരെ അനുഗ്രഹപ്പെടുന്ന ശുശ്രൂഷ, ഓരോ ശുശ്രൂഷകളും ആത്മനിറവിൽ ആത്മപ്രേരിതമായിട്ട് പൂർത്തിയാകുന്നതിനും ഇന്ന് പ്രിയപ്പെട്ട ദാസൻ വചനമാടി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസന് വചനം വായിൽ കൊടുത്ത് ഇന്നിവിടെ കൂടി വന്ന ഈ ചെറിയ കൂട്ടത്തിൽ പിന്നീട് ഇത് കേൾക്കാൻ യൂട്യൂബിൽ കേൾക്കുന്ന വലിയ ആളുകൾ, ശതമാനം ആളുകൾക്കെല്ലാം വേണ്ട അവരുടെ ജീവിതാവസ്ഥയ്ക്ക്, അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക്, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ദൂതുകൾ പകർന്നു കൊടുക്കാൻ പ്രിയപ്പെട്ട ദാസൻ ശക്തീകരിക്കണമേ. അതുപോലെ കൂടി വന്ന ഓരോരുത്തരെയും, ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ദൈവവചനം കേൾക്കുവാൻ അത് വളർന്ന് പന്തലിച്ച് 30, 60, 100 മേനും വിളിയാനുള്ള തക്ക നിലങ്ങളായി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണം നാഥ. കർത്താവ് സമയത്ത് നടക്കുന്ന വേലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വേലകൾ, അതുപോലെ ഷിബുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിഥി തൊഴിലാളികളുടെ നടക്കുന്ന പല സുവിശേഷ വേലകൾ, നാട്ടിലും പല ഭാഗങ്ങളുമായി നടക്കുന്ന വേലകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ കൂടെ ഇരുന്ന് സത്യവിശ്വാസം നിൽക്കുന്നവരെ കൂടെ നീ ബലപ്പെടുത്തി ശക്തീകരിച്ച് പ്രതികൂലങ്ങളുടെ നടുവിൽ, പീഡനങ്ങളുടെ നടുവിൽ ദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് സാക്ഷികളായി നിൽക്കുന്നവർ ശക്തീകരിക്കണം നാഥ. അസുഖങ്ങളായിട്ട് ഭവനങ്ങളിലും ആസ്പത്രികളായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം കൊടുക്കണമേ. അവരെയും അവരെ പരിചരിക്കുന്നവരെയും ശക്തീകരിച്ച് സമാധാനത്തിൽ, ആശ്വാസത്തിൽ നടത്തണം നാഥ. ശുശ്രൂഷകളൊരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും വളരെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഈ ദൈവവചന പ്രഘോഷണം ഒരുങ്ങുന്നതിനും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നതിനും ഇടയാക്കണം നാഥ. ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട ദാസനെ സമർപ്പിക്കുന്നു. ഞങ്ങളോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുവിനാഥിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേട്ട് ഉത്തരമെന്ന പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ നൽകപ്പെട്ടവരാ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നുള്ള രാജ്യവും സ്തുതിയും മോഹവും എന്നേക്കും നമുക്കുള്ളതാകുന്നു. ആമീൻ. ദൈവനാമം മുഖത്തപ്പെട്ടിട്ട് സോഷ്യൽ കിടക്കുമ്പോൾ വേദവായനയ്ക്ക് വേണ്ടിയിട്ട് തങ്കമ്മ പോലെ സൃഷ്ടിക്കുന്നു. ചേച്ചി, ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമായ കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. 19 സങ്കീർത്തനം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിനെ വാക്കുകൊഴിക്കുന്നു. രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു.
ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവ് നോലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചൊല്ലുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്ത് നിന്ന് അതിന്റെ ഉദയവും അറുതി വരെ അതിന്റെ അയനവുമാകുന്നു. അതിന്റെ ഉഷ്ണം ഏൽക്കാതെ മറിഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. യഹോവയുടെ ന്യായപ്രമാണത്തിലുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധാപാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എന്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. നാമം മഹത്വപ്പെടട്ടെ. താങ്ക് യു ചേച്ചി. പ്രാണനെ തണുപ്പിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, ബുദ്ധിമാനാക്കുന്ന ആ വചനത്തെക്കുറിച്ചുള്ള ധ്യാനം മനോഹരമായ സംഗീതം വായിച്ച് ധ്യാനിച്ച ശേഷം നന്ദി പറയുന്നു. സൂക്ഷ കിടക്കുമ്പോൾ ഗാന ആലാപനത്തിന് വേണ്ടിയിട്ട് ശ്രീ എബി കുര്യാക്കോസിനെ ക്ഷണിക്കുന്നു. എബി പല പ്രാവശ്യം നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ച കൃതദാസനാണ് ശ്രീ എബി കുര്യാക്കോസ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണി, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തിനരികെ അവനുള്ളതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു കുറയാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതന്നൊരുക്കുന്നതാ. ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതന്നൊരുക്കുന്നതാ. മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും നടന്നാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടി നടക്കുന്നവൻ, കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടി നടക്കുന്നവൻ,
എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തിനരികെ അവനുള്ളതാൻ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, കുറയാതിരുന്നിട്ടില്ല. താങ്ക് യു. താങ്ക് യു എ ബി. വളരെ മനോഹരമായ, നമ്മൾ പലപ്പോഴും ഒരുപാട് കേട്ടിട്ടുണ്ട് പാട്ട്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. പക്ഷെ നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഒരാൾ നേരിട്ട് പാടി കേൾക്കുമ്പോൾ അത് തരുന്നൊരു ആ ഒരു അനുഭവം ഒരു വളരെ വ്യത്യസ്തമാണ്. അത് പലതും കേൾക്കുന്ന പോലെയല്ല. മനോഹരമായ ഗാനം അനുഗ്രഹമായി പാടി കേൾപ്പിക്കും. നന്ദി പറയുന്നു. അമരത്ത് അവനുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മഴ തോരും, നോവ് കുറയും, രാവ് അവസാനിച്ചൊരു പ്രഭാതം വരും എന്നുള്ള പ്രത്യാശ വളരെ മനോഹരമായി ആവശ്യ ഗാനം ആലപിച്ച് ധ്യാനത്തിലേക്ക് നയിച്ച ശ്രീ എബിക്ക് നന്ദി പറയുന്നു. ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് സുഷയുടെ അടുത്ത ഭാഗമായ വചന പ്രഘോഷങ്ങൾ കടക്കുകയാണ്. നമുക്ക് വേണ്ടി വചനമായി എഴുന്നേൽക്കുന്നത് കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസൻ ഡോക്ടർ ജോയ്. ഡോക്ടർ ജോയ് അമ്പഴച്ചാലിൽ നമുക്ക് ഒരു പുതിയ ആളല്ല, പ്രാവശ്യം ഈ കൂട്ടായ്മയിൽ വചനമായി എഴുന്നേറ്റ പ്രിയപ്പെട്ട ദാസനാണ്. വളരെ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായ ചിന്തകൾ ദൈവശാസ്ത്ര സത്യങ്ങളുമായിട്ട് തട്ടിച്ച് നമ്മുടെ നിത്യ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാവുന്ന രീതിയിൽ പ്രതിപാദിക്കുന്ന പ്രിയപ്പെട്ട ദാസനാണ്. ദൈവവേലയിൽ സ്വന്തം ഭവനത്തിലും അതുപോലെ പല ഭാഗങ്ങളുമായിട്ടുള്ള വേലകളിൽ വളരെ ശക്തമായിട്ട് ഇടപെടുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ജോയിയെ സന്ധ്യാസമയത്ത് വചന പ്രകടനം ക്ഷണിക്കുന്നു. അതുപോലെ ഓരോരുത്തരും പ്രാർത്ഥന ഇരിക്കുക. നമുക്ക് ഈ സന്ധ്യാസമയം ഏറ്റവും അനുഗ്രഹപ്രദമായ ശുശ്രൂഷയിലേക്ക് നമ്മൾ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ ജോയിയെ ക്ഷണിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഒരുമിച്ച് കൂടുവാനും ദൈവസന്നിധിയിലായിരിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നടത്തിപ്പിനും വഴിയൊരുക്കി തന്ന വലിയവനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അതുപോലെ തന്നെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ടും അല്പസമയം നമുക്ക് ഒരു വിഷയമെടുത്ത് സംസാരിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി യാചിക്കുന്നു. ഇന്നത്തെ വിഷയം നമ്മുടെ പ്രവൃത്തി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 14:13 ഒന്ന് വായിച്ച് കേൾക്കാം നമുക്ക്. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ഈ വചനം കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല. ഇത് വളരെ ഫേമസ് ആണ്, ഫെമിലിയർ ആണ് എന്ന് വേണ്ട. ഏത് മരണ വീട്ടിൽ ചെന്നാലും നമുക്കിത് കാണാവുന്നതും കേൾക്കാവുന്നതുമാണ്. ഈ വചനം സംസാരിക്കുന്നവരെയും അതുപോലെ തന്നെ അതിനെപ്പറ്റി വായിക്കുകയും പറയുകയും എല്ലാം ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആ ഭാഗം വിട്ടിട്ട് അതിന്റെ അവസാനത്തെ ഭാഗം ഒന്നുകൂടി ഒന്ന് വായിക്കാം. അതാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ മെയിനായിട്ട് ഊന്നൽ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 14:13 അവസാനത്തെ ഭാഗം, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ഈ
ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇതെല്ലാം നമ്മൾക്കറിയാം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും, എങ്ങനെയാണെന്നതെല്ലാം അറിയാം. അത് മരണാനന്തര ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ എപ്രകാരം ജീവിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഞാൻ സംസാരിച്ച് അവസാനിപ്പിക്കാൻ ദൈവത്തിൽ പ്രത്യാശിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രവൃത്തി എങ്ങനെയായിരിക്കണം? സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായത്തിലെ 2, 3, 4 ഒന്ന് വായിച്ചു കേൾക്കാം. മനുഷ്യന് തന്റെ വഴികളൊക്കെ വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്ക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെ കൂടെ. എന്റെ നോട്ടത്തിൽ എന്റെ പ്രവൃത്തിക്ക് യാതൊരു മോശം ഉണ്ടാവുകയില്ല. നമ്മൾ ഓരോരുത്തരും ഒരു ആത്മചിന്ത നടത്തുക. എന്റെ പ്രവൃത്തി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, ഇതെല്ലാം ശരിയാണെന്നാണ് അവനവന് തോന്നുന്നത്. പക്ഷെ ദൈവം നമ്മളെ തൂക്കി നോക്കുമ്പോൾ വളരെ കുറവുള്ളവനായിട്ട് കാണുന്നു. നമ്മുടെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ പലരും ചിരിച്ചു കാണിക്കും, അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു എന്ന് വേണ്ട അഭിവാദ്യങ്ങളെ പലതും അർപ്പിക്കാറുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കുന്നതായ ദൈവത്തിനറിയാം നാം എന്ത് വിശ്വസിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ ആ പ്രവൃത്തി എന്ന്. അത് നമ്മളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന പോലെ ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകളാണ് നമ്മുടെ പക്ഷത്തു നിന്ന് വരേണ്ടത്, നമ്മുടെ വായിൽ നിന്ന് വരേണ്ടത്. പക്ഷെ നമ്മൾ പറയുന്നത് ഒരേ നാവ് കൊണ്ട് തന്നെ സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയയും പറയും. അതുപോലെ തന്നെ നിഘണ്ടുവിലില്ലാത്ത വാക്കുകളും നമ്മൾ പറയാറില്ലേ എന്നൊരു ആത്മപരിശോധന നടത്തുക. സഹോദരനെ മൂടായെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ നരകയോഗ്യനാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മളൊന്നൊരു ആത്മഗമനം ചെയ്യുക. കാരണം നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ എത്രയോ പേരോടാണ്, സ്വന്തം വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അറിഞ്ഞും അറിയാതെയും ഒക്കെ സംസാരിക്കുന്നതായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പാപത്തെയാണ് വലിച്ചു കയറ്റുന്നത്. ജീവന്റെ പുസ്തകത്തിലേക്ക് അത് പേരെഴുതി കാണുവാനുള്ള തടസ്സമായിട്ടല്ലേ നമ്മളത് കാണുന്നതെന്ന് ചിന്തിക്കുക. അപ്പോ ദൈവം ഹൃദയത്തെ തൂക്കി നോക്കുന്നവനാണ്. ആ തൂക്കി നോക്കുന്നവനായ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. കാരണം അവൻ എവിടെ ഇരുന്നാലും നമ്മളെ കാണും. ഇരുളിലായാലും വെളിച്ചത്തായാലും എന്ന് വേണ്ട 24 മണിക്കൂറും നമ്മുടെ ജീവിതകാലം മുഴുവനും എന്ന് വേണ്ട ഭൂമിയിലേക്ക് നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞിരിക്കുന്ന ആ ദൈവത്തിന്റെ മുമ്പാകെയാണ് ഞാനും നിങ്ങളും നടക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. പക്ഷെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും സംസാരത്തിലും പ്രവൃത്തിയിലുമെല്ലാം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ലേ എന്ന് ചിന്തിക്കുക. മീഖാപ്രവചനത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അതിന്റെ 6-ന്റെ 8 ഒന്ന് വായിച്ചു കേൾക്കാം. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അവിടെ 3 കാര്യങ്ങളാണ് യഹോവയായ ദൈവം മനുഷ്യനോട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ന്യായം പ്രവർത്തിക്കാൻ. നമ്മൾ ന്യായമായിട്ടാണോ നമ്മൾ ഇന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ ഓരോരുത്തരും അവനവന്റെ ഫീൽഡിൽ ന്യായമായ കാര്യങ്ങളാണ്. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ, ഒരു കൃഷിക്കാരനാണെങ്കിൽ, ഒരു എംപ്ലോയി ആണെങ്കിൽ എന്ന് വേണ്ട അവൻ കൈക്കൂലി വാങ്ങുന്നു. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ന്യായാധിപൻ കോഴ വാങ്ങുന്നു എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ആ ന്യായാധിപന്റെ കാരണം നമ്മളെല്ലാം ജഡ്ജിയും അല്ലെങ്കിൽ കോടതിയെ എല്ലാം വളരെ പരിഭാവനയോടെ കാണുമ്പോൾ അവിടെ കോഴ വാങ്ങുന്നു എന്ന് കൃത്യമായിട്ട് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ പലിശയ്ക്ക് കൊടുക്കുന്ന, പലിശയ്ക്ക് വാങ്ങുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു മരുന്ന് കൊടുത്തിട്ട് അമിതമായ കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ അതും എനിക്ക് കുറ്റകരമാണ്. ഞാൻ മറ്റാരെയും കുറ്റം പറയുന്നില്ല. സ്വന്തം മനസാക്ഷിക്ക് നിരക്കാത്തതാണ് ചെയ്യുന്നതെങ്കിൽ അത് എനിക്ക് തന്നെ ദോഷം ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലാത്തടത്തോളം കാലം ദൈവം അതിനെ കണക്കിട്ടുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം ആ ദോഷം ദൈവം കണക്കിടുകയാണ്. അത് നമ്മളുടെ മറ്റൊരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സംസാരം മലാഖി പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്ന യഹോവ കേട്ടു, അത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുക. അത് ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പൊ ന്യായരഹിതമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകും.
അതുപോലെ തന്നെ ദയാതൽപരനായിരിക്കാൻ, മറ്റുള്ളവരോട് ദയുള്ളവനായിരിക്കണം. നമ്മൾ ഇന്ന് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ മനുഷ്യൻ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ദ്രവ്യാഗ്രഹികളുമാവുന്ന പറഞ്ഞിരിക്കുന്നത്. ദയയെ തൊട്ട് തീണ്ടാൻ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ, സ്വന്തം മക്കളെയും സ്വന്തം ഭാര്യ ഭർത്താവ് എന്ന് വേണ്ട മാതാപിതാക്കളെയും എല്ലാം വിട്ടിട്ട് ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ പോകുമ്പോൾ എവിടെയെല്ലാമാണോ ജീവിതത്തിന്റെ അഴുക്ക് പിടിച്ച ജാലികൾ അല്ലെങ്കിൽ മുഷിഞ്ഞ് നാറുന്നതായ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് പോകുന്നത്. കാരണം ഒരുത്തനോടും യാതൊരുവിധ ബാധ്യതകളുമില്ല, സ്വന്തം കാര്യം മാത്രം നോക്കുകയാണ്. എന്നാൽ ഈ സ്വന്തം കാര്യം നോക്കിയിട്ട് അവൻ എന്തെങ്കിലും മെച്ചമുണ്ടോ എന്നവൻ ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ അവൻ എത്രയോ നല്ലതായിരുന്നു. ദൈവം നീതിമാനെ കാണാനുണ്ടോ, ഒരുത്തൻ പോലും ഇല്ല, ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ ഉള്ളൂ എന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതും അത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉള്ള നിറഞ്ഞതാണെന്ന് കണ്ട് യഹോവയായി ദൈവം അനുതപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു അനുതാപം, ദൈവത്തിന്റെ അനുതാപത്തിന്റെ ഒരു കണിക പോലെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തി വിടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. എന്റെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാൻ നമുക്ക് ഇടവരട്ടെ. അതുപോലെ താഴ്മയോടെ നമുക്ക് ഇന്ന് എപ്പോഴും മറ്റുള്ളവരോട് ഗർവും, അതുപോലെ തന്നെ എന്ന് വേണ്ട ഒരു താഴ്മ മുട്ടുമുടക്കാൻ നമ്മൾ ബുദ്ധിമുട്ടും പ്രയാസമുള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഇന്ന് മുട്ട് മാറ്റി വെക്കലും ബുദ്ധിമുട്ടും പ്രയാസമുള്ളവരെ ഉള്ളൂ. താഴ്മയോടെ ഇരുന്ന്, അതുകൊണ്ടാണ് ദൈവമേ കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. യേശുവും ഗത്സമനാത്തോട്ടത്തിൽ കമഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചതായിട്ടെന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ഇരിക്കുവാനും വിനയത്തോടും കൂടിയുള്ള ഇത് 3 കാര്യം മാത്രമാണ് ദൈവം നമ്മളോടും ആവശ്യപ്പെടുന്നത്. വേറെ ഒന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല. ഒന്ന്, അവൻ ന്യായം പ്രവർത്തിക്കുക. നമ്മുടെ ഏത് ഫീൽഡിലും നമുക്ക് ന്യായമായിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ ഇടവരട്ടെ എന്ന് പറയട്ടെ. അതുപോലെ തന്നെ ദയാതൽപരനായിരിക്കാനും താഴ്മയോടെ ഇരിക്കാനുമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 5:12 വരുമ്പോൾ, അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞുമുണ്ട്, എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല, അവന്റെ കൈവേലയെ വിചാരിക്കുന്നതുമില്ല. യഹോവയുടെ പ്രവൃത്തിയെ നമ്മൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം യഹോവയുടെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അവൻ ഭൂമിയിൽ ആദാമിനെ സൃഷ്ടിച്ചത് മുതൽ സർവ്വ ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് മുതൽ നമുക്കൊന്ന് ഒരു പുനരാവിഷ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ, ഒരു നിമിഷം കണ്ണോടിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര മനോഹരം എന്നാണ് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. അപ്പോൾ യഹോവയുടെ പ്രവൃത്തി നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ചുരുക്കാം. വീണ്ടും സങ്കീർത്തനങ്ങൾ 28:5 വരുമ്പോൾ, യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയും അവർ വിവേചിക്കായതുകൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. അതെ, ഒന്നുകൂടി വായിച്ചോ. യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും അവർ വിവേചിക്കായതുകൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. യഹോവയെ ദൈവം മനുഷ്യനെ കൈകൊണ്ട് മെനഞ്ഞെടുത്തു, ബാക്കിയെല്ലാം അവൻ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ്. അപ്പോ പറഞ്ഞു വന്നത്, യഹോവയെ ദൈവം മനുഷ്യനെ സ്വന്തം കൈകൊണ്ട് മെനഞ്ഞെടുത്ത് ജീവശ്വാസം ഊതി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയല്ല, അതാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ആ പ്രവൃത്തിയെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ സത്യമായിട്ട് മാനിക്കുന്നില്ല എന്നുള്ളൊരു സങ്കീർത്തനത്തില് 28:5 നമ്മൾ അവന്റെ പ്രവൃത്തിയും അവന്റെ കൈവേലയും. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റ് ജീവജാലങ്ങളെക്കാളും എത്രയോ മനോഹരമായിട്ടാണെന്ന് അറിയണമെങ്കിൽ, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നതായ ശ്വാസം പുറമേട്ട് വിടണമെങ്കിൽ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന പോലെ അത് ദൈവത്തിന്റെ ഒരു മഹാ അത്ഭുതമാണ്. മനുഷ്യന്റെ ജീവിതം ഒരു ആവി പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ദൈവമേ, പലരും കാണുമ്പോൾ ചോദിക്കും എന്നാ വിശേഷം എന്ന്. അപ്പൊ ഞാനിപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് പലരോടും പറയാറില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിശേഷം. കാരണം
നമ്മൾ ഓരോരുത്തരും ഇന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ നാളെ കാണുന്നില്ല എന്ന് പറയുന്ന പോലെ എത്രയോ മനുഷ്യരാണ് ഒരു ദിവസം പേപ്പർ എടുത്ത് നോക്കി കഴിയുമ്പോൾ, നമ്മളൊരു ലോക്കൽ പേപ്പർ ഒരു ശകലം കാണുന്നുള്ളൂ. ഈ ലോകത്തുള്ള എത്രയോ ജനങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വേലയിലായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്ന വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മൾ പ്രൈസലോട് ഹല്ലേലൂയ പറയേണ്ടത്. കാരണം മനം നിറഞ്ഞു വരുമ്പോൾ ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്ന എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തള്ളി വരുന്നതായ ഒരു അത്ഭുതകരമായ ആ സംഭവങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയെ നമ്മളൊന്ന് വിലയിരുത്തുക. നമ്മുടെ തലച്ചോറ്, കണ്ണ്, മൂക്ക് എന്ന് വേണ്ട, ഇതെല്ലാം നമുക്ക് എത്രയോ മനോഹരമാണ്. യോബ് പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എന്ന്. നമ്മൾ ഇന്നത്തെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. നമ്മുടെ കുട്ടികളാണെങ്കിലും എന്ന് വേണ്ട, ഇന്നുണ്ടായ കൊച്ചും മൊബൈൽ ഫോണിന്റെ കൈപിടിച്ച്, അല്ലെങ്കിൽ ആരോ തമാശന് പറഞ്ഞതുപോലെ ഇന്ന് ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിക്കുന്ന സമയത്ത് കൊച്ചിന്റെ കൈ എവിടെയായിരുന്നു ചോദിച്ചപ്പോൾ ഒരു കൈ ഇടത്തെ ചെവിയിലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ഞാൻ സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, RCCയിൽ കാണുന്ന കൊച്ചുങ്ങളുടെ ബ്രെയിൻ ട്യൂമറിന്റെ ഒരു പ്രധാന കാരണം ഞാൻ പലവട്ടം ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ റേഡിയേഷൻ കാരണം അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് RCC പറയുന്നത്. RCC മീൻസ് ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്ത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 1 വയസ്സും 100 വയസ്സായവരും ഇന്ന് മൊബൈലിന് അടിമകളായി പോയിരിക്കുകയാണ്. ഡ്രഗ് അഡിക്റ്റ് പോലെയല്ല, മദ്യത്തിന് അടിമ പോലെയല്ല, അതിലും ഭയങ്കരമായൊരു ഇതിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇത്ര മനോഹരമായിട്ട് ദൈവം സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ കൈവേലയെ നമ്മൾ മറന്നുപോയിരിക്കുകയാണ്. അത് നമ്മൾ ഓർക്കാതിരിക്കാൻ പറ്റില്ല. വീണ്ടും 1 കൊരിന്ത്യർ 3:16 പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണല്ലോ ഇത്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല, അതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. നമ്മൾ ദൈവത്തിന്റെ കൈവേലയായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമായിരിക്കണം. ഈ മന്ദിരത്തെ ഇന്ന് മദ്യം, മയക്കുമരുന്ന് എന്ന് വേണ്ട, MDMA ഇപ്പോ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ നല്ലത് തന്നെ. പക്ഷേ അത് വലിയൊരു ഹിമാലയ പർവ്വതത്തിന്റെ താഴെ നിൽക്കുന്ന ഒരു കല്ല് പോലും ആയിട്ടില്ല എന്നുള്ളതാണ് എന്റെ നോട്ടത്തില്. എത്രയോ കോടാനുകോടി രൂപകളുടെ ആണ് ഇവർ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഓരോ കോടി, എത്രയോ കോടികളെ, എന്തെല്ലാം വ്യവസായ, ഈ ലോകത്ത് ആരെന്ത് ജോലി ചെയ്താൽ ഇത്രയും പൈസ കിട്ടുമെന്ന് നമുക്ക് പലരും ചിന്തിക്കാറുണ്ട്. ഇന്നിപ്പോ സമൂഹത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ, പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകര് എന്ന് വേണ്ട, ഇവരെല്ലാം ഇതിന്റെ അടിമകളും അതുപോലെ തന്നെ ഇതിന്റെ ഏജന്റുമാരുമായി മാറിയിരിക്കുന്നു. കാരണം നമുക്കൊരു സാമാന്യ ജനത്തിന്, ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു വലിയ ഉദ്യോഗസ്ഥന് ചിന്തിക്കാൻ പോലും കഴിയാത്തതായ വരുമാനമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ ഞാൻ പലപ്പോഴും പല ക്ലാസ്സിലും പറയാറുള്ളത് പോലെ കള്ളു കുടിച്ചാലും കഞ്ചാവ് വലിച്ചാലും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ദൈവമേ. പക്ഷെ ഇന്നത്തെ MDMA അതുപോലെ രാത്രി എന്നാൽ 3 വർഷം അല്ലെങ്കിൽ മാക്സിമം 7 കൊല്ലം, അതോടുകൂടി അവൻ ഫിനിഷ് ചെയ്യാണ്. അതിൽ പിന്നെ അവനൊരു ജീവിതമില്ല. അവന്റെ അസ്ഥി ദ്രവിച്ച് തന്നെ പോകും, അല്ലെങ്കിൽ അവൻ പിച്ചുമ്പേയും പിടിച്ച്. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ കണ്ണാല കാണുന്ന കാഴ്ചയാൽ നിനക്ക് ഭ്രാന്ത് പിടിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഈ വലിക്കുന്ന വലിയാൽ തന്നെ അവനെ ഭ്രാന്ത് പിടിച്ചിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. 100% ഗ്യാരണ്ടിയാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മനസ്സ്, ശരീരം, ദേഹം, ദേഹി, ആത്മാവ് 3നെയും നമ്മൾ എടുക്കണം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഈ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയുകയില്ല. നമ്മളൊരു 99% ശുദ്ധി കൊണ്ട് എന്നാലും അവിടെ പറ്റില്ല. 100ന് 100 തന്നെ വേണം. പിന്നെ അവിടെ അതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. നമുക്ക് എത്രമാത്രം പെർഫെക്റ്റ് ആവാൻ കഴിയുമോ അത്രമാത്രം നമ്മൾ ജീവിതത്തിലേക്ക് കടന്നെല്ലാം നോക്കുക. മനുഷ്യനാൽ അസാധ്യം, അത് ദൈവത്താൽ സാധ്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ദൈവമേ, ഞാൻ വളരെ കുറവായിട്ട് എപ്പോൾ കാണുന്നു. ആ കുറവ് നീ അവിടുന്ന് കണക്കിടാതിരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണല്ലോ ദാവീദ് പറഞ്ഞിരിക്കുന്നത്. ദൈവമേ, അതുപോലുള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരണം. നമ്മൾ നമ്മുടെ ശരീരത്തെ വളരെ പെർഫെക്റ്റ് ആയിട്ട്, നമ്മൾ സോപ്പ് തേച്ച് കുളിച്ച് എണ്ണ, സോപ്പ്, പെർഫ്യൂം ഇതൊന്നും അടിച്ചുകൊണ്ട് നടക്കുന്നതിലല്ല ശുദ്ധീകരണം. നമ്മുടെ മനസ്സിന്റെ അന്തരംഗങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മനസ്സാ വാച കർമ്മ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം. അതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ഒരു നോട്ടത്തില്, നമ്മുടെ അരുതാത്തത് കാണുമ്പോൾ, അരുതാത്തത് കേൾക്കുമ്പോൾ, അരുതാത്തത് സംസാരിക്കുമ്പോൾ, അരുതാത്തത് രുചിച്ചു നോക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ കഴിഞ്ഞാണിട്ടേ പറ്റുള്ളൂ. അവിടെയെല്ലാം
ദൈവത്തിന്റെ ഒരു വലിയ ശ്രദ്ധ നമുക്ക്, ദൈവത്തിന്റെ ഒരു കൃപ നമുക്ക് വേണം. കാരണം നമ്മൾ ബലഹീനരാണ്, പാപികളാണ്. പക്ഷെ ദൈവം നമ്മളെ ഓരോ സെക്കൻഡും അതാത് നിമിഷത്തിൽ നമ്മളെ മോചിപ്പിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ഒത്തിരി അനുഭവങ്ങളുള്ള സാക്ഷ്യത്തിലാണ് ഞാൻ പറയുന്നത്. ഹരിദാസത് ഞാൻ നോക്കിയാൽ ആ നിമിഷം എനിക്ക് കൊട്ട് കിട്ടും, ഹരിദാസത് ഞാൻ പറഞ്ഞാൽ അന്നേരം കിട്ടും. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദൈവമേ, സ്വർഗത്തിലേക്ക് എൻ്റെ അപ്പായും തെറ്റുപറ്റിപ്പോയി എന്ന് അവിടെ കേണ് പറയുന്നത് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ദൈവം അത് പുറത്തു തരുമായി യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മൾ വീണ്ടും നമ്മൾ നമസ്കാരത്തിൽ പാടുന്ന പോലെ നാഴിക തോറും നീ പിഴയ്ക്കുന്ന പോലെയാണ്. നമ്മൾ ഓരോ സെക്കൻഡിലും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഓരോ സെക്കൻഡിലും നമ്മൾ യോബ് മക്കൾക്ക് വേണ്ടി അനുദപിച്ച് പ്രാർത്ഥിച്ച് വിരുന്ന് കഴിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും അവനവന്റെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമ്മളെ തന്നെ കടത്തിവിടണം. അതിന് യാതൊരു സംശയവുമില്ല. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം നമ്മൾ എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. അതിനകത്ത് 21-ാം വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് എന്റെ ചട്ടങ്ങളെയൊക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. മരിക്കാതെ ജീവിച്ചിരിക്കുക എന്ന് പറയുന്ന സ്വർഗീയ ജീവിതമാണ് അവിടെ കാണുന്നത്. മരണം പല വിധത്തിലുണ്ടല്ലോ. ഈ ഭൂമിയിൽ ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. നിത്യനരകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തോളം ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ പിതാവാൻ ദൈവത്തിന്റെ ഇടത്തേക്ക് അവസാന നാളിൽ നമ്മൾ പത്തനാം യെരൂശലേമിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും നമുക്ക് മരണമില്ല, നരകത്തിലും മരണമില്ല. അപ്പോ യെഹെസ്കേൽ പ്രവചനത്തില് ഒരു പഴഞ്ചൊല്ലോടുകൂടിയാണ് തുടങ്ങുന്നത്, അപ്പം പച്ചമുന്തിരിങ്ങ മക്കളുടെ പല്ല് പൊളിക്കുമോ എന്ന്. അപ്പൊ അതിലും ചോദിക്കുമ്പോൾ പലരും പറയാറുണ്ട്, അപ്പൻ ചെയ്തതിന് ഞങ്ങൾ എന്ത് വേണം, മക്കൾ ചെയ്തതിന് അപ്പൻ എന്ത് വേണമെന്ന്. പക്ഷെ അപ്പം പച്ചമുന്തിരിങ്ങ മക്കളുടെ പല്ല് പൊളിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത്, പൊളിക്കുകയല്ല, 32 കൊഴിഞ്ഞു പോകുമെന്നാണ് പറയാറ്. പക്ഷെ ഈ 32 കൊഴിഞ്ഞു പോകാതിരിക്കാനുള്ള കാര്യങ്ങളാണ് 18 പരം കാര്യങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നീ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക, ദൈവസന്നിധിയിൽ ഒരു ശുദ്ധ മനസ്സോടുകൂടി, ശുദ്ധ ഹൃദയത്തോടുകൂടി മറ്റുള്ളവരെ സഹായിക്കാനും, അതുപോലെ സ്വന്തം പണം പലിശയ്ക്ക് കൊടുക്കാതിരിക്കാനും, പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റായിട്ടാണ് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവമേ, അതുപോലെയുള്ള കാര്യങ്ങൾ യെഹെസ്കേൽ 18:21 18 മണിക്കൂർ സംസാരിച്ചാലും തീരില്ല. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് നന്നായിട്ട് വായിച്ചു പഠിച്ച് അവിടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കയറി ചെല്ലുവാനുള്ള ഒരു പുതിയ സൃഷ്ടിയായി തീരുവാനുള്ള വഴികൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. വീണ്ടും നമ്മൾ എബ്രായ ലേഖനം 13:16 വരുമ്പോൾ, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അതെ, നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും. നന്മ ചെയ്യുന്നത് ഇപ്പോ നല്ല ശമരിയക്കാരന്റെ ഉപമ, അങ്ങനെ പല കാര്യങ്ങളും ദൈവം യേശു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഗുണം കിട്ടണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അത് ഗുണം കിട്ടുമെങ്കിൽ അത് ദൈവസന്നിധിയിൽ പ്രസാദകരമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ദൈവശക്തിയെയും, അപ്പോൾ അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ പറയുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ അത് അവർക്ക് ചെയ്തു കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോ പല ഡ്രൈവേഴ്സിനുമായിട്ട് സംസാരിക്കുമ്പോഴും അവരുടെയൊക്കെ ക്ലാസ്സിലൊക്കെ പറയാറുള്ള വാക്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഓർക്കണ്ടോന്ന് എനിക്ക് അറിയില്ല. രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഡിമ്മടിച്ചു കൊടുക്കുക. അവൻ അടിക്കട്ടെ എന്ന് നമ്മൾ അടിക്കട്ടെ എന്ന് അവനും വിചാരിച്ചാൽ അത് നടക്കില്ല. നമ്മൾ രണ്ടുപേരും വിട്ടുവീഴ്ച തയ്യാറായി കഴിഞ്ഞാൽ, അതാണ് മറ്റുള്ളവർ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ദൈവമേ, അതുപോലെ നമ്മുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ഗുണകരമായിരിക്കണം, അവനത് പ്രയോജനമുള്ളതായിരിക്കണം. പക്ഷേ ഇന്ന് നന്മ ചെയ്യുന്നവർ 1 രൂപയുടെ പെൻസിൽ വാങ്ങിക്കൊടുത്താൽ 100 രൂപയുടെ പബ്ലിസിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. നിന്റെ ഇടം കൈ ചെയ്യുന്ന എന്തെന്ന് വലം കൈ അറിയരുതെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ദാഹം മാറി എന്റെ മനസ്സിൽ നിരൂപിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഞാൻ കൊടുത്ത വെള്ളത്താലാണല്ലോ അവനിപ്പോ എണിച്ചു നിന്ന് സംസാരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം, ഒരു മനോഭാവം നമുക്കുണ്ടാകരുത്. അത്രയ്ക്ക് മേലെ നമ്മൾ നിഷ്കളങ്കമായിട്ട്, അതാണ് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാൻ പറഞ്ഞിരിക്കുന്നത്. ആ ശിശുവിന്റെ മനോഭാവത്തോടു കൂടി നമുക്കൊരു കാര്യം നന്മ ചെയ്യുവാൻ കഴിഞ്ഞാൽ അത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവൻ അയച്ചതായ
ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ ക്രിസ്തു പറഞ്ഞു തന്നതായ മാർഗങ്ങൾ, ക്രിസ്തു നടന്നതായ മാർഗങ്ങൾ, വഴികൾ, അവൻ ചെയ്തതായ കാര്യങ്ങളിലേക്കെല്ലാം അവനോടുകൂടി നമുക്ക് നടക്കുവാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അപ്പൊ നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും, പ്രാർത്ഥനാ യോഗങ്ങൾ മാത്രമല്ല കൂട്ടായ്മ, മരിച്ച വീട്ടിൽ ഒന്നിച്ചുകൂടാം, കല്യാണ വീട്ടിൽ ഒന്നിച്ചുകൂടാം, മാമോദീസ വീട്ടിൽ എന്ന് വേണ്ട, ബർത്ത്ഡേക്ക് എവിടെയായാലും നമുക്ക് ഒന്നിച്ചുകൂടാം. പക്ഷെ അവിടെയെല്ലാം നമ്മുടെ സംസാര വിഷയം യേശു ആയിരിക്കണമെന്ന് മാത്രം. യേശുവിനെ പറ്റി സംസാരിക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ ഒരിക്കലും കളയരുത്. ഒരു വാക്കേ പറഞ്ഞുള്ളൂ എങ്കിൽ, ഒരാളോടെ പറഞ്ഞുള്ളൂ എങ്കിൽ എന്ന് വേണ്ട, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായാൽ അതിനുള്ളൊരു അവസരം എൻ്റെ ദൈവം നമുക്ക് ഒരുക്കി തരും. അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ കുശുംബം മുന്നായ്മയും പരദൂഷണവും പറയുന്നതിനേക്കാൾ പകരം ഒരു ആത്മാവിനെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നേടുന്നതിനേക്കാൾ നല്ലതാണെന്ന് വചനം പഠിപ്പിക്കുന്നു. ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്തെല്ലാം സമ്പാദിച്ചാൽ നമുക്ക് പ്രയോജനമില്ല. യേശു പറഞ്ഞിരിക്കുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്ന, ലോകം തരുന്നത് പോലെയല്ല എന്ന് പറഞ്ഞ ആ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് വളരണമെങ്കിൽ ദൈവത്തിന്റെ വചനം മാത്രമേ പറ്റുള്ളൂ. പക്ഷേ എത്രമാത്രം സമാധാനം നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം പോരാട്ടം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ജഡരക്തങ്ങളോടല്ല, ആ പൈശാചിക ശക്തിയാണ് നമ്മളിൽ പെരുമാറുന്നത് എന്നുള്ളൊരു ബോധ്യം വേണം. കാരണം പിശാച് എവിടെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അവനിങ്ങനെ അലർന്ന സിംഹം പോലെ നടക്കണം. അവന്റെ പഴുത് കണ്ടാൽ അവിടെ അവൻ കയറും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോ വീണ്ടും 12:14 എബ്രായ ലേഖനത്തില്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പൻ. കഴിയുന്ന ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എബ്രായർ 12:14 നമ്മൾ എപ്പോഴും വളരെ മനഃപ്പാടമാക്കിയിട്ട് എന്ന് വേണ്ട, ഊണിൽ ഉറക്കത്തിലും നമുക്ക് വേണ്ട. കാരണം ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഞാൻ മുഖാന്തരം ഒരു സമാധാനം അവന് കിട്ടുന്നുണ്ടോ? ചിലർ പറയാറില്ല, ഇതിലും ഭേദം അവൻ മിണ്ടാതിരിക്കുന്നതായിരുന്നു. പക്ഷെ ചിലരോട് സംസാരിക്കുമ്പോൾ ദൈവമേ അവനത് നിർത്താതിരുന്നെങ്കിൽ മതിയായിരുന്നു സംസാരം നമുക്ക് തോന്നാറില്ലേ? കാരണം ആ ഒരു മനോഭാവത്തോടുകൂടി ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരുത്താൻ, അത് ദൈവ വാക്കുകളാണെങ്കിൽ അത് മനോഹരമായിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ദുഷിച്ച വാക്കുകൾ അവന്റെ മനസ്സിൽ പോൽ ചിന്തിക്കാതെയും നമ്മൾ പ്രവർത്തിക്കാതെയും ഇരുന്നാൽ ഒരേ നാവ് കൊണ്ട് തന്നെ നമുക്ക് ഒരു മനുഷ്യനെ ജീവിപ്പിക്കാനും ഒരു മനുഷ്യനെ കൊല്ലുവാനും കഴിയും. അത് അർബുദം പോലെ ഇന്നത്തെ ക്യാൻസർ പോലെ വ്യാപിക്കുന്നു എന്ന സങ്കീർത്തനങ്ങളിലും അതുപോലെ യാക്കോബിന്റെ ലേഖനത്തിലും നാവിനെ പറ്റി അനേകം സ്ഥലത്ത് നമുക്ക് ബൈബിളിൽ വായിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ സംസാരം സമാധാനമുള്ളത് ആയിരിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. വെളിപാട് പുസ്തകം 19:7-8 വരുമ്പോൾ, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവർക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. കല്യാണ സദ്യയുടെ ഉപമ പറഞ്ഞപ്പോൾ അവിടെ വിശേഷ വസ്ത്രം ധരിക്കാത്ത ഒരുത്തിനെ കണ്ടതുപോലെ നമുക്കത് അറിയാം. അതുകൊണ്ട് നമ്മുടെ സഭ മണവാട്ടി സഭയാണ്. ആ സഭ നമ്മൾ ദൈവം മനുഷ്യനെ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ ശുദ്ധിയും ശുഭ്രവസ്ത്രം. അവിടെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്, മറ്റാരും ഒരുക്കിയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നെത്താൻ നമുക്ക് മറ്റുള്ളവരെ നന്നാക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് സ്വന്തമായിട്ട് നന്നാവാം. അതുപോലെ നമ്മൾ ചെയ്യുന്ന നീതി പ്രവൃത്തിയാണ് ശുഭ്രവസ്ത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം നമ്മൾ വെള്ളയും ഇട്ടുകൊണ്ട് നടന്നിട്ടൊന്നും പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ കവർത്തിരിക്കുന്നു, അതുകൊണ്ടല്ലാട്ടോ പറഞ്ഞത്. ആ വസ്ത്രമല്ല ഉദ്ദേശിക്കുന്നത്. ആ വസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും നീതി പ്രവൃത്തികളാണ്. ദൈവസന്നിധിയിൽ പ്രസാദകരമായിട്ടുള്ള നീതികരമായിട്ടുള്ള വസ്തുക്കൾ മാത്രമേ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ആദ്യം വായിച്ചത്, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പോകുമ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമാണത്. ആ വസ്ത്രം സ്നേഹത്തിന്റെ വസ്ത്രമാണ്, നന്മയുടെ വസ്ത്രമാണ്. അത് ഔദാര്യത്തിന്റെ ഉണ്ട്. അതുപോലെ തന്നെ എന്ന് വേണ്ട, നമുക്ക് ഈ ലോകത്ത് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ, എന്തെല്ലാം നീതി ചെയ്യാൻ പറ്റുമോ, അതെല്ലാം നമ്മുടെ വസ്ത്രത്തിലേക്ക് ഓരോ തൊങ്ങല് അല്ലെങ്കിൽ ഓരോരോ തൂവലുകളായിട്ട് അല്ലെങ്കിൽ സ്വർണ്ണ പതക്കങ്ങളായിട്ട് നമ്മുടെ വസ്ത്രത്തിലേക്ക് അണിഞ്ഞു വരുവാൻ നമുക്ക് ഇടവരണം. സങ്കീർത്തനം 37:5 പറഞ്ഞിരിക്കുന്നു, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അപ്പോ ഞാൻ അവസാന ഭാഗത്തേക്ക് വരുവാണ്, സമയം തീരാറായല്ലോ. നമ്മുടെ വഴി അത് ദൈവത്തെങ്കിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. പക്ഷേ നമ്മൾ നമ്മുടെ വഴി നമ്മൾ തന്നെയാണെന്ന് തിരഞ്ഞെടുക്കണം. ഈ പറയുന്ന ഞാനും നിങ്ങളെന്ന് പറയുന്നില്ല, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം.
പക്ഷേ യെരമ്യാ 33:3 പറഞ്ഞിരിക്കുന്ന പോലെ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വിളിച്ചപേക്ഷിക്കുന്നത് ദൈവസന്നിധിയിലേക്ക് നമ്മളൊരു മുട്ടുസൂചി വാങ്ങാനായാലും 10 കിലോ സ്വർണം വാങ്ങാനായാലും ദൈവത്തോട് ആലോചന ചോദിക്കുക. ആ ദൈവം പ്രസാദകരമായിട്ട് അല്ലെങ്കിൽ ദൈവം നമുക്കൊരു അനുവാദം തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് ഫാൾട്ടില്ല. പക്ഷെ നമ്മളെ കൊണ്ട് അതിന് കഴിയുന്നില്ല. മനുഷ്യൻ സ്വന്തം ബുദ്ധിക്ക് ചിന്തിക്കുന്നു, പക്ഷെ ദൈവത്തിന്റെ ബുദ്ധിയിൽ ചിന്തിക്കണമെങ്കിൽ, അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, ചിന്തിക്കുക എന്നും പ്രവർത്തിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കൃപയാണല്ലോ. അത് ദൈവം നമുക്ക് വിവേചന അധികാരം തന്നിട്ടുണ്ട്. പക്ഷേ സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്ന പോലെ തക്ക സമയത്ത് അവൻ പ്രവർത്തിക്കും. ആ തക്ക സമയത്ത് പ്രവർത്തിക്കാനുള്ള ഒരു ബുദ്ധി അല്ലെങ്കിൽ വിവേകം, അറിവ്. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരാൾ സംസാരിക്കുന്നത് കേട്ടു, വിദ്യാഭ്യാസമുള്ളവനെ അറിവുള്ളവരും തമ്മിലുള്ള മാറ്റം. കാരണം ചിലർക്ക് വിവരമുണ്ടെങ്കിലും വിവേകമില്ല എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ദൈവത്തെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം, നമുക്കിന്ന് ജ്ഞാനമുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇന്ന് ജ്ഞാനം കൂടുതലാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ തലമുറയില്, ഈ കൃപായുഗത്തില്, അന്ത്യനാളുകളില് എല്ലാവരുടെയും ബുദ്ധി വികസിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ജ്ഞാനമാണ്, പരിജ്ഞാനമല്ല. പരിശുദ്ധനെ പറ്റിയുള്ള ജ്ഞാനമാണ് പരിജ്ഞാനം. ആ പരിജ്ഞാനം ഇന്ന് വളരെ കുറവായിട്ട് കാണുന്നു. എന്റെ ദൈവമേ, ആ ബുദ്ധി ഉപദേശിച്ചു തരാനായിട്ട് സങ്കീർത്തനങ്ങൾ 119:30 മുതൽ ബാക്കി ഭാഗങ്ങളിലേക്ക് വായിക്കുമ്പോൾ ഏകദേശം 9 സ്ഥലത്ത് എന്റെ ബുദ്ധിയെ വികസിപ്പിച്ചു തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്കറിയാം. 119 സങ്കീർത്തനത്തില് ഏറ്റവും വലിയ സങ്കീർത്തനമാണല്ലോ. അത് നമ്മൾ മനസ്സിലെത്തി വായിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം 119 സങ്കീർത്തനം വായിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ, അതിൽ എഴുതി വായിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ രാവും പകലുമായിട്ടുള്ള മാറ്റം വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോ നിന്റെ വഴി ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊള്ളുക. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ടതെന്ന് യഹോവയായ ദൈവം നമുക്ക്, അല്ലെങ്കിൽ യേശു എന്റെ കാതിൽ മന്ത്രിച്ചു തരുമെന്ന് യാതൊരു സംശയവുമില്ല. സങ്കീർത്തനം 37:23-24. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. ദൈവസന്നിധിയിൽ ഞാൻ ദൈവത്തിന് ഇഷ്ടമുള്ളൊരു മകനോ മകളോ ആയി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നും പേടിക്കണ്ട എന്ന് ചുരുക്കം. കാരണം അവൻ 7 പ്രാവശ്യം വീണാലും അവനെ കൈപിടിച്ച് ഉയർത്തും. അവൻ വീഴാൻ അവൻ അവസരം ഉണ്ടാക്കിയില്ല, അവന്റെ അസ്ഥികൾ ഒന്നുപോലും ഒടിയേയില്ല എന്ന് കൃത്യമായിട്ട് യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഓരോരുത്തരെയും അവൻ കാത്തുകൊള്ളും. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ എന്റെ വഴി ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. അത് വീണ്ടും സദൃശവാക്യങ്ങളിലേക്ക് കൂടി നമുക്കതൊന്ന് കണ്ണോടിക്കാം. സദൃശവാക്യങ്ങൾ 16:7. ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ഞാനിത് ഒത്തിരി ചിന്തിച്ചൊരു വാക്യമാണിത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് വഴക്ക് കൂടി അല്ലെങ്കിൽ ബുദ്ധിപരമല്ലാത്ത അല്ലെങ്കിൽ എന്താ അതൊരു നമുക്ക് ചേരാത്തതായ കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നു, ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ സ്വയം ന്യായീകരിക്കും. ഞാനാണ് ശരി എന്നുള്ളത്. അവൻ ഇപ്പൊ ക്ഷമ പറയാനാണെങ്കിൽ അവൻ വന്ന് എന്നോട് പറയട്ടെ, അല്ലെങ്കിൽ അവൻ എന്നോട് മിണ്ടട്ടെ, അല്ലെങ്കിൽ അവൻ ആദ്യം എന്റെ വീട്ടിലേക്ക് വരട്ടെ, ഇതെല്ലാം നമ്മൾ പറയും. പക്ഷേ നമ്മളാണോ ശരിയെന്നാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ടാണ് ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് പ്രീതികരമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും മണക്കുന്നു. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ജോയിച്ചേട്ടനെ അങ്ങോട്ട് ഒരു ഉദാഹരണം എടുക്കാം. ഞാൻ അതിലെ കടന്നു പോകുമ്പോൾ ജോയിച്ചേട്ടനെ കണ്ട് എനിക്ക് മിണ്ടണമെന്നുണ്ട്, പക്ഷെ എന്റെ മനസ്സ് പറയാണ് അദ്ദേഹം വേണമെങ്കിൽ എന്നോട് മിണ്ടട്ടെ, എന്നിട്ട് എനിക്ക് മിണ്ടാമെന്ന്. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ ചോദിച്ചേട്ടാ, കണ്ടാ മിണ്ടാതെ ഒന്നും പോകില്ല കേട്ടോ. അപ്പോ പക്ഷേ ഇപ്പൊ ഞങ്ങൾ ശത്രുക്കളും എല്ലാം നല്ല മിത്രങ്ങളാണ്. പക്ഷെ ഈ ശത്രുവിനെയും ദൈവം എന്റെ അടുക്കലേക്ക് കൊണ്ടുവരും. പക്ഷെ ഞാൻ നല്ലതാണെന്ന് എന്റെ ദൈവത്തിന് തോന്നണം, അല്ലെങ്കിൽ അത് നടക്കില്ല. എന്റെ വഴി ചൊവ്വാണെന്ന് കണ്ടാൽ ശത്രുക്കളെയും അവൻ നിന്റെ വഴിയിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ടും സങ്കീർത്തനം 92:5-6-7. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു! നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായ തന്നെ. മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നുമില്ല. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. നമ്മുടെ പ്രവൃത്തിയെല്ലാം നശിച്ചു പോകും, പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി നശിച്ചു പോകും.
നമ്മൾ എന്തല്ല അതാണ് അവന്റെ പ്രവൃത്തി അവനെ പിന്തുടരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ സംസാര വിഷയം തന്നെ. ഈ ലോക ജീവിതത്തിൽ നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ദൈവം അതെല്ലാം നമുക്ക് വളരെ ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ചിട്ട് എന്താ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു സ്വഭാവമാണ് നമ്മളിൽ എല്ലാം ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് സ്വയം അഹങ്കാരം, അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിമുദ്ര ഉണ്ടാക്കണമെന്നുള്ളൊരു ബോധ്യം എന്ന് വേണ്ട. ഞാൻ എപ്പോഴും പറയാറുള്ള വൈറ്റമിനായി എന്ന് പറഞ്ഞ സാധനമില്ല, ഞാനെന്ന ഭാവത്തിനാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആ ഭാവത്തെ എല്ലാം ആ ഐയെ ചുട്ടിക്കൂട്ടി കഴിഞ്ഞാൽ സീറോയാവും. ആ സീറോയുടെ ഇപ്പറേ ഒരു ഞാനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തെ നിർത്തി കഴിയുമ്പോൾ അതിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഓരോ പൂജ്യത്തിനും കോടാനുകോടികളുടെ വിലയാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും ആ ഒരു നല്ല മാർഗത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനുള്ള ഇടവരുന്നു. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി വളരെ മനോഹരമാണ്. കാരണം അതിനോട് തുല്യം ചെയ്യാനൊന്നുമില്ല. വിശുദ്ധ ബൈബിളിൽ മനുഷ്യ സൃഷ്ടിയെ പറ്റിയും പ്രപഞ്ച സൃഷ്ടിയെ പറ്റിയും എന്താ വേണ്ട ഈ ലോകത്തിലുള്ള സർവ്വ കാര്യങ്ങളെ പറ്റിയും നമ്മുടെ ബൈബിളിലുണ്ട്. ഇതിൽ പറയാത്ത ഒരു കാര്യങ്ങളുമില്ല. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ വന്നാലും സൂര്യനിലും ചന്ദ്രനിലും എന്ന് വേണ്ട എവിടെ പോയി കൂടുകൂട്ടിയാലും കഴുകനെ പോലെ കൂടുകൂട്ടിയാലും നിന്നെ താഴെ ഇറക്കുമെന്നാണ് നമ്മളിപ്പോ പലപ്പോഴും വായിക്കുന്നുണ്ട്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ദൈവത്തിന്റെ കൈകൾ അവരവിടെ ഇരുത്തുമെന്ന ഇതൊന്നും ആ ഭാഗത്തേക്കൊന്നും കിടക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ നമ്മൾ എത്രമാത്രം ഉയർന്ന രീതിയിൽ ചിന്തിച്ചാലും ദൈവത്തിന്റെ ചിന്ത മാത്രമേ നടക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിക്കുകയാണ്. വീണ്ടും സങ്കീർത്തനങ്ങൾ 71:7. ഞാൻ പലർക്കും അത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. അപ്പോ ഈ സങ്കേത നഗരത്തിലേക്കാണ് നമുക്ക് എല്ലാവർക്കും പോകേണ്ടത്. യേശുവിന്റെ സന്നിധിയിലേക്ക്, പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാൻ ഇരിക്കുന്നത് സ്തെഫാനോസ് കണ്ടതുപോലെ നമ്മൾ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് പോകണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണണം. എല്ലാവർക്കും ഇവിടെ ഓരോ പേരുണ്ട്. പക്ഷെ എന്റെ ദൈവം എനിക്കൊരു പേരിട്ടിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. അതിന്റെ ഒരു പഴയ നിയമ സിമ്പലാണ് അബ്രഹാമായി, യാക്കോബ് ഇസ്രായേലായി, സാറായി. അപ്പോ അതുപോലെ നമുക്ക് ഓരോ ജീവപുസ്തകത്തിനും നമുക്ക് ഓരോ വീട്ടുപേരും ഇതെല്ലാം ദൈവം വെളിപാട് പുസ്തകത്തിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോ ആ ഒരു പുതിയ പേര്, പുതിയ സൃഷ്ടിയായിട്ട്, പുതിയ പേരുള്ളവരായിട്ട്, പുതിയ അഡ്രസ് ഉള്ളവരായിട്ട്, പുതിയൊരു ജീവിതത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു ചെല്ലുവാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കണം. ആ ദൈവത്തിന്റെ വലിയ കൃപയാണ് നമുക്ക്. എന്റെ മിടുക്കം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, എന്റെ കഴിവ് കൊണ്ട് പറ്റില്ല, എന്റെ പ്രവൃത്തി കൊണ്ട് പറ്റില്ല. പക്ഷെ ഇതിനെല്ലാം ദൈവസന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കുക. ആ സമർപ്പിക്കാനുള്ള ഒരു കൃപ ദൈവം തരണം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്, ദൈവമേ കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന്. ഞാൻ 3 നേരമായി പ്രാർത്ഥിക്കുന്ന, 7 നേരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വീരനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. എന്റെ മനസ്സിലേക്ക് അവൻ കടന്നു ചെല്ലും നോക്കുമ്പോൾ ഞാൻ കുറവില്ലാത്തവനായിരിക്കും. അത് യഹോവയായ ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ അവനെ ദുഷ്ടലാക്കൊന്നും കണ്ടിട്ടില്ല എന്നുള്ള വാക്യം ഞാൻ സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോ മറ്റേ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ ഏതെല്ലാം വരുമ്പോഴും നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുക. നമ്മൾ മറ്റൊന്നിനു വേണ്ടിയിട്ട് ദൈവ കൽപ്പനകൾ ലംഘിച്ച് പോകരുത് എന്ന് മാത്രം ഞാൻ പറയുകയാണ്. അപ്പൊ നമ്മുടെ പ്രവൃത്തി അത് 100% പെർഫെക്റ്റ് ആക്കാൻ നമ്മൾ ശ്രമിക്കുക. മനുഷ്യനാൽ അസാധ്യം, അത് ദൈവത്താൽ സാധ്യം. നമ്മൾ ദൈവത്തിന്റെ പാതയിലേക്കാണെന്ന് തോന്നിയാൽ നമ്മൾ ഒരടി എടുത്ത് മുന്നോട്ട് വയ്ക്കുമ്പോൾ ദൈവം 1000 അടിയെടുത്ത് നമ്മുടെ അടുത്തേക്ക് വരാൻ ദൈവം ഒരുക്കമാണ്. കാരണം അവിടെ ഒരു മാനസാന്തരമുള്ള, അതാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഫലപുഷ്ടിയുള്ളവരായിരിക്കണം. ആ ഫലം കാട്ടുമുന്തിരിങ്ങ പോലെ ആകരുത്. അത് ഫലവത്തായത്, രുചികരമായത്, മറ്റുള്ളവർക്ക് അപകടകാരിയല്ലാത്ത ഒരു ജീവിതമായിരിക്കണം നമ്മുടേതെന്ന് മാത്രം ഓർപ്പിക്കുന്നു. ഇതുപോലെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പ്രാവശ്യം കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ അത് വായിക്കാനും അത് ഗ്രഹിക്കാനുമുള്ള ഒരു കൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുത്തട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. വെളിപ്പാട് പുസ്തകം 14:13b 2-ാം ഭാഗം 13-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തെ നിന്റെ പ്രവൃത്തികൾ അവന്റെ പ്രവൃത്തികൾ എന്നെ പിന്തുടരുന്നു എന്നുള്ള ഒരു വാക്യത്തെ ആസ്പദമാക്കി വേദവാക്യങ്ങൾ കോർത്തിണക്കിയുള്ള മനോഹരമായൊരു ഞാൻ ആദ്യം സൂചിപ്പിച്ച പ്രായോഗികമായൊരു സന്ദേശം ഡോക്ടർ ജോയി പറയുകയായിരുന്നു. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും,
ഒരു കവിത കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. നീ ചെയ്ത കർമ്മങ്ങൾ ഓരോന്നും ഈ മണ്ണിൽ മുള പൊട്ടി വൃക്ഷങ്ങളാകും, വൃക്ഷത്തിലൊക്കെയും പൊത്തുകൾ നിർമ്മിച്ച് സർപ്പങ്ങൾ അടയിരിക്കും. എൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരുപക്ഷെ തിരിച്ച് നമ്മളെ കൊത്തത്തക്ക രീതിയിലുള്ള സർപ്പങ്ങളായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. തെറ്റായ കർമ്മങ്ങളെ കുറിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. വളരെ സാങ്കത്യമുള്ള ഒരു ആശയമാണ് ഡോക്ടർ ജോയി സന്ധ്യാസമയത്ത് പങ്കുവച്ചത്. ആ വചനഭാഗങ്ങൾ നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ വായിച്ച് ധ്യാനിക്കണം. അത് നമുക്ക് വളരെ ആ ഒരു ആശയങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കൃപ നൽകും. ഡോക്ടർ ജോയിയോട് നന്ദി പറയുന്നു. വീണ്ടും കേൾക്കുവാൻ വേണ്ടി അവസരമൊരുക്കിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സമാപന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ ഷാജി വി പോളിനെ ക്ഷണിക്കുന്നു. പ്രിയക ദൈവത്തിന് സ്തുതി. ഒരു വെള്ളിയാഴ്ച ദിവസം കൂടി ഗുണം കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രിയ മകനിൽ കൂടി കേൾപ്പിച്ച വലിയേറിയ ചിന്തകൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രവൃത്തികളെ കുറിച്ചാണല്ലോ ഇന്ന് പ്രിയ മകനിൽ കൂടി കേട്ടത്. വിശുദ്ധ പൗലോസും വിശുദ്ധ പത്രോസും ആ പ്രവൃത്തിയെ കുറിച്ച് അനേക ഭാഗങ്ങളിൽ നമുക്ക് പരാമർശിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. കൊരിന്ത്യ ലേഖനത്തിൽ 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. പ്രവൃത്തിയെ ശോധന ചെയ്യുന്ന പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ മുഖോഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ദൈവവചനം എത്ര ശക്തമായിട്ടാണ് നമ്മെ നേരെ ചൂണ്ടുന്നത്. നമ്മുടെ പ്രവൃത്തിയെ നമുക്ക് ശോധന ചെയ്യുവാനായിട്ട്. നമ്മൾ പലപ്പോഴും നല്ലത് എന്ന് വിചാരിക്കുന്നത് പലപ്പോഴും ശോധന ചെയ്യുമ്പോൾ അത് വൈക്കോലിന്റെ അനുഭവം, തീ കത്തി പോകുന്ന ഒരു അനുഭവം. കേൾപ്പിച്ച വചനത്തിനായിട്ട് നമുക്ക് താഴെ സ്തുതിക്കാം. കൂട്ടായ്മ തന്നതിനായിട്ട് നമുക്ക് താഴെ സ്തുതിക്കാം. മകനെ ബലപ്പെടുത്തിയതിനായിട്ട് സൂക്ഷിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളോട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, വാഴ്ത്തപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഇത്രയും സമയം അവിടുത്തെ വചനത്തിന് കീഴിൽ പങ്കെടുത്താലോചിച്ചല്ലോ. കർത്താവിൽ കൂടി കേൾപ്പിച്ച വലിയ കാര്യങ്ങൾക്കായി സ്തോത്രം. നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ കർത്താവെ, നമ്മുടെ പ്രവൃത്തികളെ ഒന്ന് ശോധന ചെയ്യുവാൻ കർത്താവ് മുഖാന്തരമാക്കണം. ദൈവനാമമഹത്വത്തിനായി തീരണം. കൂടുതൽ വിശുദ്ധിയോടെ, കൂടുതൽ വിശ്വാസത്തോടെ, കൂടുതൽ വിശ്വസത്തോടെ ആയിരിക്കും. ഞങ്ങളിപ്പോൾ പിരിയുന്ന അവിടുന്ന് പ്രിയാർത്ഥനായി ഞങ്ങളുടെ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. വഴി നടത്തുന്ന സ്തോത്രം. സാറേ, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സുവാസവും ദൈവമേ ഞങ്ങളോടും ഞങ്ങളോർത്ത് പ്രാർത്ഥിച്ചുള്ള എല്ലാ വിഷയങ്ങളോടും പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾക്ക് ഏൽപ്പിച്ച വചനത്തോടും കർത്താവേ നിന്റെ വചനം പറഞ്ഞ ദാസനോടും ഈ ശുശ്രൂഷയിൽ പങ്കാളികളായ എല്ലാ പ്രിയപ്പെട്ടവരോടും തുറന്നു ഈ ശുശ്രൂഷയില് ഈ വചനം കേൾപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന കേൾക്കുന്നവരിൽ കൂടിയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും കൂടി വരുന്നവരെയും ദൈവമായ കർത്താവ് നമ്മെ കാത്ത് സൂക്ഷിച്ച് കൂടി വരുത്തുവാനാകട്ടെ. ശുഭരാത്രി നേരം.